മദ്യക്കമ്പനിക്ക് വേണ്ടിയാണ് പാലക്കാട് ജില്ലയിൽ ജൽജീവൻ പദ്ധതിയെ മന്ത്രി എം.ബി. രാജേഷ് അട്ടിമറിച്ചതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. 50% താഴെയാണ് എലപ്പുള്ളി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കിയതെന്ന് സി കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരാൾക്ക് 225 ലിറ്റർ വെള്ളം വേണമെന്നാണ് ജല കമ്മീഷൻ പറയുന്നത്. കേന്ദ്ര സർക്കാർ എത്തുമ്പോൾ നിർമ്മിക്കുന്നതിനായി ഒയാസിസ് കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് തന്നെ കമ്പനി ലൈസൻസിന് എക്സൈസ് കമ്മീഷണറെ സമീപിച്ചിട്ടുണ്ടെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ എം.ബി. രാജേഷ്. മദ്യക്കമ്പനിക്ക് വേണ്ടി ആ പദ്ധതി പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കാതെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാതെ അട്ടിമറിക്കുന്നത് എക്സൈസിന്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ചുമതലയുള്ള ശ്രീ എം.ബി. രാജേഷാണ്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ 100% നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് എം.ബി. രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചിറ്റൂരിലെ തോപ്പുകളിൽ സൂക്ഷിക്കുന്ന സ്പിരിറ്റിന് പിന്നിൽ ആരാണെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കണം. ഓരോ ഘട്ടത്തിലും മദ്യക്കമ്പനിക്ക് എത്ര വെള്ളം വേണമെന്നത് മന്ത്രി വ്യക്തമാക്കണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. CPMന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ഈ കാര്യം സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയും നേതാക്കന്മാരും എല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ലേബർ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ എടുക്കുന്നുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ എടുക്കുന്നുണ്ട്. ചിറ്റൂർ മേഖല വഴിക്ക് വരുന്ന സ്പിരിറ്റിനെ സംബന്ധിച്ച് അറിയാലോ. നേരത്തെ ആ സ്പിരിറ്റ് കൊണ്ടുവന്നത് വലതുപക്ഷ നേതാവായിരുന്നു. ഇപ്പോ ചിറ്റൂർ ഗോപാലപുരം ചെക്ക് പോസ്റ്റ് വഴിക്ക് വന്ന് ചിറ്റൂരിലെ തെങ്ങിൻ തോപ്പുകളിൽ സൂക്ഷിക്കുന്ന സ്പിരിറ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാരാണെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കാൻ തയ്യാറാവണം. 2 സഹോദരന്മാർ, CPM നേതാവിന്റെ 2 സഹോദരന്മാർ ചിറ്റൂർ മേഖലയിലുള്ള തെങ്ങിൻ തോപ്പുകൾ മുഴുവൻ ലീസിലെടുക്കുക. 660 ലിറ്റർ സ്പിരിറ്റ് അവിടുന്ന് പിടിച്ചു ഒരു സഹോദരന്റെ തോട്ടത്തിൽ നിന്ന്. ആ സ്പിരിറ്റ് ആ കേസ് അവിടെ പോയി. എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് ഇതിനെതിരെ ആക്കിയാൻ കഴിയില്ല. കാരണം ഇപ്പൊ CPMനുള്ള ജില്ലാ സമ്മേളനത്തിൽ വലിയ വെടിനിർത്തലായിരുന്നു, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നാണ്. എന്താ പ്രശ്നമില്ലാതിരിക്കാൻ കാരണം? വിദേശ മദ്യം എക്സൈസ് മന്ത്രിക്കും കുടുംബത്തിനും, സ്പിരിറ്റും കള്ളും ജില്ലാ സെക്രട്ടറിക്കും കുടുംബത്തിനുമായിട്ട് CPMൽ വീതം വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് CPMലെ വെടിനിർത്തല്. ഈ വിഷയത്തിൽ BJP കോടതിയെ സമീപിക്കുമെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി. UTV ന്യൂസ്, പാലക്കാട്.